ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ACP ചന്ദ്രബോസിൻ്റെ മുന്നിലോട്ട് വിഷ്ണുവും കമലനും ചേർന്ന് നസീറിനെയും അവനോടുള്ള ഗുണ്ടകളെയും ACP ചന്ദ്രബോസിൻ്റെ മുന്നിലോട്ട് കൊണ്ട് തള്ളിക്കൊടുക്കുവാണ്. ചന്ദ്രബോസ് വിഷ്ണുവിനോട് ചോദിക്കുന്നു, എന്തോ നാടോ ഇതൊക്കെ? അതെ, ഞാനൊരു കംപ്ലൈൻറ്റ് തന്നിരുന്നില്ലേ, എൻ്റെ അച്ഛനെ അമ്മയെ ഉപദ്രവിച്ചിട്ട് 10 ലക്ഷം രൂപ എടുത്തോണ്ട് പോയെന്ന്. അതിൻ്റെ പിന്നിലെ ദാണ്ട് ഇവനാ, ഈ നസീർ. ഇവൻ്റെ കൈകളാണല്ലോ അതിൻ്റെ പിന്നിലുള്ളത്. അതുമാത്രമല്ല, ഇവൻ്റെ മാമയെ തലയടിച്ച് പൊളിച്ച് ആ മനുഷ്യനിപ്പോൾ അവശതയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഈ 2 കാര്യങ്ങളും ചെയ്തത് ഇവൻ ഒറ്റ ഒരുത്തനാണ്, എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. നിർത്തടാ എന്ന് ചന്ദ്രബോസ് വിഷ്ണുവിനോട് പറയുക. നിനക്ക് മാത്രം അങ്ങനെ വ്യക്തമായിട്ട് അറിഞ്ഞാൽ മതിയോ? ഇവിടെ പോലീസുകാരുണ്ട്, അവർക്കൂടെ വ്യക്തമായിട്ട് അറിയണ്ടേ? അല്ല, നീ എന്നാ ഈ പോലീസിൽ ചേർന്നത്? നീ തന്നെ പരാതി കൊണ്ടുവരുന്നു, നീ തന്നെ പോയി അവരെ പിടിച്ചോണ്ട് വരുന്നു. പിന്നെ എന്തിനാടാ ഈ പോലീസ് സ്റ്റേഷൻ തുറന്ന് ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുന്നത്? നീ എന്നാലേ പോയി യൂണിഫോം ഇട്ടുകൊണ്ട് വന്ന് ഇതൊക്കെ ചെയ്യടാ ഈ പണികളൊക്കെ. നീ എന്താ ആളായിട്ട് കളിക്കുവാണോ? ഞാനേ ആളായിട്ട് കളിക്കുവല്ല, നല്ല ഒന്നാന്തരം ആണായിട്ട് കളിക്കുക. നമ്മുടെ വിഷ്ണു വിട്ടുകൊടുക്കുവോ? അല്ലെങ്കിലേ ഞാൻ ഇവന്മാരെ തൂക്കിയെടുത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരില്ലല്ലോ. ചന്ദ്രബോസ് നസീറിനോട് ചോദിക്കുന്നു, എടാ ഇവൻ പറഞ്ഞതിനകത്ത് വല്ല സത്യം ഉണ്ടോടാ? സാറേ, ഇവൻ ഞങ്ങളുടെ മാമയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവനാ. ഇവന് ഞങ്ങളെ കാണുമ്പോഴേ വല്ലാത്ത ചൊറിച്ചില്ല. ഒരു കാര്യമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ഇവനിങ്ങോട്ട് പിടിച്ചോണ്ട് വന്നിരിക്കുക. ഞാൻ ചെയ്ത തെറ്റെന്താ സാറേ? ആ വാടക വീട് ഒഴിയണമെന്ന് ഇവനോട് പറഞ്ഞ്, അതിനാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സാറേ, നൂർജഹാൻ ട്രാൻസ്പോർട്ട് നടത്തുന്നതേ സുബൈർ എൻ്റെ മാമയാ. ആ മാമയുടെ തല ഞാൻ തല്ലിപ്പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? എന്തർത്ഥത്തിലാണ് ഇവനിങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അഥവാ അങ്ങനെ വല്ലതും സംഭവിക്കുവാണെങ്കിൽ അതെപ്പോഴേ കേസാകേണ്ടതല്ലയോ? അതൊന്നുമല്ല സാറേ, ഞാൻ വാടക വീട് ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ട് ചൊരുക്കാവിന്. ചന്ദ്രബോസ് ചോദിക്കുന്നു, സുബൈർ നിൻ്റെ മാമയാകുമ്പോഴേ നീ അബൂബക്കറിൻ്റെ മോനാണോടാ? അതെ സാറേ, നസീർ അബൂബക്കർ. അത് കേട്ടോണ്ട് ചന്ദ്രബോസ് അങ്ങ് ചിരിക്കുക. അങ്ങനെ വരട്ടെ, ബാപ്പയും ഞാനും നല്ല സുഹൃത്തുക്കളാണ്. അപ്പോഴേ വിഷ്ണുവിന് മനസ്സിലായി ചന്ദ്രബോസ് ഈ കേസ് മുക്കുവെന്ന്. നിന്നെ എനിക്ക് കൊച്ചുനാൾ മുതലേ അറിയാം, നീ ഒരു കുഴപ്പവും ചെയ്യില്ലെന്നും എനിക്കറിയാം. അങ്ങനെ വിഷ്ണുവിനെ നോക്കിയാണ് ചന്ദ്രബോസ് പറയുന്നത്. അപ്പോൾ കുഴപ്പം ഉണ്ടാക്കിയത് ഇവനാണ്, ഈ വിഷ്ണു. നീ ഇവനെ തല്ലിയോടാ? വിഷ്ണു ഒരു കൂസലമില്ലാതെ പറയും, ആ തല്ലി. നീ എന്തിനാടാ തല്ലിയത്? എൻ്റെ വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിച്ചതാ ഇവൻ്റെ ആൾക്കാരാ. ഡാ, പണം കൊണ്ടുപോയി ഇവന്മാർ പറഞ്ഞോ? നസീർ പറഞ്ഞിട്ടാ പണം കൊണ്ടുപോയതെന്ന്. അതെ, ഇവന്മാരെ പിടിച്ചകത്തിട്ട് 4 പൂസാങ്കിലേ അവന്മാർ തത്ത പറയുന്ന പോലെ അങ്ങ് പറഞ്ഞോളും. പണം എടുത്തതും സുബൈർക്കടെ തല തല്ലിപ്പൊട്ടിച്ച് ഹോസ്പിറ്റലാക്കിയതും ഈ പുന്നാര മോൻ തന്നെയാണെന്നും പറഞ്ഞ് പെട്ടെന്ന് നസീറിൻ്റെ ഉടുപ്പിൻ്റെ കോളറെ പിടിച്ച് വലിക്കുവാണ്. ചന്ദ്രബോസ് അത് തടുത്തു മാറ്റിയിട്ട് പറയുന്നു, അല്ല നീ അപ്പോൾ പോലീസുകാർക്ക് റൂട്ട് തെളിച്ചു കൊടുക്കുവാണോ? ഈ സുബൈറും നീയും തമ്മിലുള്ള ബന്ധം എന്തുവാ? സുബൈർ കട വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്, അത്രയല്ല ഉള്ളൂ. അയാളുടെ സംരക്ഷണമൊന്നും ഏറ്റെടുക്കാൻ നീ വാക്ക് കൊടുത്തിട്ടില്ലല്ലോ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പരാതി അവിടുന്ന് തരാത്ത സ്ഥിതിക്ക് ഞങ്ങളെങ്ങനെ നസീറിൻ്റെ പേർക്ക് കേസെടുക്കുന്നത്? അത് കേൾക്കുമ്പോൾ നസീർ അങ്ങ് വളരെ സന്തോഷത്തോടെ അങ്ങ് ചിരിക്കുവാണ്. ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം, ഭാര്യ കളക്ടറാണെന്ന് പറഞ്ഞ് വലിയ ഷോ ഒന്നും ഇങ്ങോട്ട് ഇറക്കിയേക്കരുത്. അതോ ഇനി നിൻ്റെ പഴയ ഗുണ്ടായസ് വർക്കുവാണോ ഇങ്ങോട്ട്? എങ്കിൽ നീ ഒന്ന് ഓർത്തോ, ഇതേ നിൻ്റെ മുന്നിൽ നിൽക്കുന്ന പഴയ ചന്ദ്രബോസ് അല്ല. ലോക്കപ്പിലോട്ട് നിന്നെ ഞാൻ അങ്ങോട്ട് കയറ്റിയാലേ അവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നീ. വലിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വലിപ്പിക്കും. ഇനി സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ആരുടെയെങ്കിലും പേരിൽ നിന്റെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയാൽ അന്ന് തീർക്കും നിന്റെ ഈ ചട്ടപ്പിത്തരമൊക്കെ. ഭാര്യ കളക്ടറാണെന്നുള്ള വിചാരമൊക്കെ അന്ന് ഈ പോലീസുകാർ ഞങ്ങളങ്ങ് മറക്കും. ചന്ദ്രബോസ് നസീറിനോട് പറയുന്നു, ബുദ്ധിമുട്ടിപ്പിച്ചതിൽ സോറി മോനെ. എന്നിട്ട് നസീറിൻ്റെ ചെവിയിൽ പറയുന്നു, ഇവനീ കാണിച്ച പോക്രിത്തരത്തിന് നല്ലൊരു പണി നമുക്ക് പിന്നെ കൊടുക്കാം. അതിന് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും, എന്തിനും എന്നും പറഞ്ഞ് നസീറിനെ അവനങ്ങ് സന്തോഷിപ്പിക്കുവാണ്. എന്നിട്ട് ചന്ദ്രബോസ് അവിടെ നിൽക്കുന്ന ഒരു പോലീസുകാരനോട് പറയുന്നു, എടോ ഇവൻ എൻ്റെ കൂട്ടുകാരൻ്റെ മകനാ. ഇവനെയും ഇവൻ്റെ കൂട്ടുകാരെയും പോലീസ് ജീപ്പിൽ വേണം വീട്ടിൽ കൊണ്ടാക്കാൻ. എന്നാൽ നിങ്ങൾ ചെല്ല്, നമുക്ക് പിന്നെ കാണാം എന്നും പറഞ്ഞ് ചന്ദ്രബോസ് അവരെ വിടുന്നു. നസീർ ഇങ്ങോട്ട് വന്നിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക. വിഷ്ണുവാണെങ്കിൽ അവനെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കുന്നുണ്ട്. അങ്ങനെ അവന്മാരെ പോലീസ് അകമ്പൊടിയോടെ ചന്ദ്രബോസ് പറഞ്ഞു വിടുവാണ്. വളരെ സന്തോഷത്തോടെ അവന്മാർ യാത്രയൊക്കെ പറഞ്ഞ് വിഷ്ണുവിൻ്റെ നേരെ ഒരുത്തൻ മീശയൊക്കെ പിരിച്ചൊക്കെ കാണിച്ചിട്ട് പോകുന്നുണ്ട്. ചന്ദ്രബോസ് എന്നിട്ട് വിഷ്ണുവിനോട് പറയാ, കണ്ടോടാ വാദി പ്രതിയായത്? ഇതാടാ ഈ യൂണിഫോമിൻ്റെ ഒരു കളി. ഏത് രീതിയിലും ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തിരിക്കാം മറിക്കാം, വേണ്ടി വന്നാലേ കൊലയാളിയാക്കാം. അതൊക്കെ ഈ പോലീസുകാരൻ്റെ പേനാത്തുമ്പിലാണ് ഇരിക്കുന്നത്. ഇനി നീ നിൻ്റെ മൂക്കിൻ തുമ്പത്തെ ആ കോപമായിട്ട് ഇങ്ങോട്ട് വന്നാൽ ആ പേന കൊണ്ട് ഞാനൊരു വരയങ്ങ് വരയ്ക്കും.
അത് നിന്റെ ആയുസ്സുരേഖയ്ക്ക് കുറുകയാകാതിരിക്കാൻ നീ അങ്ങ് പ്രാർത്ഥിക്ക്. നമ്മുടെ വിഷ്ണു ഒരു നോട്ടം നോക്കിയിട്ടൊരു ചിരിയുണ്ട്. ചന്ദ്രബോസേ, ഇത്രയും നേരം ഞാൻ മിണ്ടാതിരുന്നതേ നിന്റെ ഈ ആട്ടം എവിടം വരെ പോകുന്നെന്ന് അറിയാനാ. പോലീസിൻ്റെ ചുമതലകളെക്കുറിച്ചൊക്കെ നീ എന്നോട് പറഞ്ഞല്ലോ. പേന കൊണ്ട് നീ ഏതാണ്ടൊക്കെ അങ്ങോട്ട് പോറിക്കളയുമെന്ന്. ശരിക്കും പോലീസിൻ്റെ ഉത്തരവാദിത്തത്തിലും കർത്തവ്യങ്ങളിലും ആദ്യം വരുന്നത് എന്താണെന്നറിയാവോ? പക്ഷാഭേദം കൂടാതെ നിയമം നടപ്പിലാക്കുക. അതാണോ ചന്ദ്രബോസെ ഇപ്പോൾ ഇവിടെ നടന്നത്? സ്വന്തം ജോലി കൃത്യമായി ചെയ്യാതെ അതിൻ്റെ നിയമാവശങ്ങൾ മനസ്സിലാക്കാതെ മാസം മാസം ശമ്പളവും കിമ്പളവും വാങ്ങി കേരള സർക്കാരിന് മാനക്കേടുണ്ടാക്കുന്ന താനും രാത്രിയിൽ തല മൂടിക്കെട്ടി വ്യഭിചരിക്കാൻ പോകുന്ന പകൽമാന്യന്മാരും തമ്മിൽ എന്താണോ വ്യത്യാസം? അത് കേട്ടിട്ട് ദേഷ്യത്തോടെ ചന്ദ്രബോസ് എടാ പന്ന മോനെ എന്നും പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിക്കുക. വിഷ്ണു കലിമൂത്തിട്ട് പറയുന്ന കൈ എടാ ചന്ദ്രബോസെ എന്നും പറഞ്ഞ് അവൻ്റെ കൈ തട്ടി എറിയുവാണ്. എൻ്റെ ഭാര്യയെ കുത്തിയ കേസിലും എൻ്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ച കേസിലും എല്ലാത്തിലും നിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എല്ലാത്തിനും ചേർത്ത് കളക്ടറുടെ സഹായത്തോടെ മുകളിലോട്ടൊരു പെരുക്ക് ഞാനങ്ങ് ചെയ്യട്ടെ. താനീ പറഞ്ഞ കേരള പോലീസിൻ്റെ മുദ്ര വെച്ച തൊപ്പി എന്നേക്കുമായി പിന്നെ ഷോക്കേസിൽ അങ്ങ് ഇരിക്കും. അത് വേണോ വേണ്ടയോ അതിപ്പം തീരുമാനിക്കണം. നസീറിനെ വേണമെങ്കിൽ ഇപ്പം നീ രക്ഷിച്ച് നിർത്തിക്കോ. പക്ഷേ ഇതൊക്കെ അവനാ ചെയ്തതെന്ന് അവനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. ഈ അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസിൻ്റെ മുന്നിൽ വെച്ച് തന്നെ. വിഷ്ണുവിൻ്റെ ഈ വെല്ലുവിളിയിൽ ചന്ദ്രബോസ് ഒന്ന് ആടിപ്പോയി. അവൻ ഒന്നും മിണ്ടാൻ പറ്റാതെ വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്നാൽ വരട്ടെ ചന്ദ്രബോസെ എന്നും പറഞ്ഞിട്ട് കമലിനെ വിളിച്ച് വിഷ്ണു അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. സുസ്മിതയുടെ വീട്ടിലിരുന്ന് ഉപേന്ദ്രനും സുസ്മിതയും ചന്ദ്രബോസും ചേർന്നിരുന്നുണ്ട് മദ്യം കുടിച്ചുകൊണ്ടിരിക്കുവാണ്. ഉപേന്ദ്രൻ ചോദിക്കുക, ബുദ്ധിരാക്ഷസനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചന്ദ്രബോസ് സാറിന് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റുന്നില്ലയോ? ഞാനിനി എന്ത് ചെയ്യണം? അന്ന് രോഹിത്തിൻ്റെ പേരിൽ ഇതെല്ലാം കൂടെ എഴുതി വെച്ചിട്ട് കള്ളച്ചാരായ ഉണ്ടാക്കി കോടികൾ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നും പൈസ ഇറക്കിച്ചതാ ഈ സുസ്മിത. എനിക്കുള്ള മറുപടി നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ തന്നാൽ മതി. ഞാനിനി എന്ത് ചെയ്യണം? കിട്ടാനുള്ള കോടികളൊന്നും എനിക്ക് വേണ്ട. പകരവേ ഞാൻ മുടക്കിയ കോടികൾ എനിക്കിഞ്ഞ് തന്നാൽ മതി. അത് മേടിച്ചോണ്ടേ എനിക്ക് മലേഷ്യയിലോട്ട് തിരിച്ചു പോകാനാ. ഉപേന്ദ്രൻ നല്ല ചൂട് പിടിച്ച് നല്ല കലിപ്പി നിൽക്കുവാണ്. ചന്ദ്രബോസ് ഇതൊക്കെ കേട്ടിട്ട് പറയുക, എടോ താൻ ഒരുമാതിരി ഈ കൂട്ടിലടച്ച വെരുവിനെ പോലെ കിടന്ന് പിടയ്ക്കാതെ. കാര്യമൊക്കെ ശരിയാ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം സംഭവിച്ചു. നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കുമെന്ന് കരുതിയവൻ ഇപ്പോൾ പുറത്തു ചാടി. അവനെ ഒന്ന് മെരുക്കാൻ നോക്കിയിട്ട് ഇപ്പം നടക്കുന്നതുമില്ല. പക്ഷേങ്കിലേ അവൻ എത്രത്തോളം പോകുമെന്ന് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് അവനൊരു കൂച്ചുവിലങ്ങ് ഇടാം. ഉപേന്ദ്രൻ കോപത്തിൽ ഉറഞ്ഞു തുള്ളുവാണ്. നിങ്ങളെ കൂച്ചുവിലങ്ങ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴേക്കേ അവനിതൊക്കെ വിറ്റ് കാശാക്കിയിരിക്കും. അവൻ ഇടവും മലവും നോക്കേണ്ട കാര്യമില്ലല്ലോ, മുതൽ എൻ്റെതല്ലയോ? സുസ്മിത പറയുക, ഏതായാലും അതിന് സാധ്യതയില്ല. ആ വീടിനോട് എല്ലാവർക്കും ഉള്ളതുപോലെ അവനും ഉണ്ടൊരു അറ്റാച്ച്മെൻറ്റ്. അതുകൊണ്ടേ ആ ഒരു സാഹസത്തിനൊന്നും അവൻ നിൽക്കാൻ സാധ്യതയില്ല. നമ്മൾ വളർത്തി നേരെ നിർത്തിയ പയ്യനല്ലയോ അവൻ. നമുക്കവനെ ഒന്ന് പറഞ്ഞു നോക്കാം. ചന്ദ്രബോസ് പറയുക, ഇനി പണിയൊന്നും നടന്നില്ലെങ്കിലേ ചെറിയൊരു പണി നമുക്ക് അവൻ അങ്ങോട്ട് കൊടുക്കാം. ഉപേന്ദ്രൻ കിടന്ന് പിടയ്ക്കുവാണ്. അവൻ തന്നെ പറയുന്നുണ്ട്, കരയിൽ പിടിച്ചിട്ട പരൽമീൻ്റെ അവസ്ഥയായിപ്പോയി എനിക്ക്. ആരും എന്നെ ഒന്ന് സമാധാനിപ്പിക്കാനോ ഒന്നുമില്ല. ഇനി ഒന്നും നടന്നില്ലെങ്കിലേ ഞാൻ അവനെ അങ്ങ് കൊല്ലും. ചന്ദ്രബോസ് പറയാ, എടോ താനൊന്ന് വിഡ്ഢിത്തരം പറയാതിരിക്കടോ. താൻ അവനെ കൊന്നാലേ ആ സ്വത്തെല്ലാം അവൻ്റെ ഭാര്യയുടെ പേർക്കല്ലേ പോകുന്നത്. സുസ്മിത പറയുക, അവനെ കൊണ്ട് തന്നെ തിരിച്ചെഴുതിപ്പിച്ച് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ടാക്കണം. അതിനവൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനെക്കൊണ്ട് സമ്മതിപ്പിക്കണം. ഇല്ലെങ്കിലേ അതിനുള്ള വഴി നമ്മൾ കാണണം. നമ്മുടെ രാഘവേട്ടന് സത്യാമ്മയുടെ കണ്ണ് വെട്ടിച്ച് വീണ്ടും ഇറങ്ങി നടന്ന് വരുവാണ് റോഡിൽ കൂടെ. ഒരു ബൈക്കുകാരൻ്റെ മുന്നിൽ ചെന്ന് ചാടുന്നുണ്ട്. അയാൾ ശരിക്ക് വഴക്കും പറയുന്നുണ്ട്. ദേണ്ട അടുത്ത ബൈക്കുകാരൻ്റെ മുന്നിലോട്ട് ചെന്ന് രാഘവേട്ടൻ ചാടുവാണ്. അയാൾ വണ്ടി നിർത്തിയിട്ട് ചോദിക്കുന്നു, ചേട്ടൻ എവിടാ പോകേണ്ടത്? ചേട്ടൻ വണ്ടി കയറാൻ നിൽക്കുവാണോ അതോ ചേട്ടൻ വണ്ടി കയറ്റിക്കാൻ നിൽക്കുവാണോ? ചേട്ടൻ എങ്ങോട്ടാ പോകണ്ടേ പറ, ഞാൻ കൊണ്ടുചെന്നാക്കാം. അത് എനിക്ക് എങ്ങോട്ടാ പോകണ്ടേ എന്ന് രാഘവേട്ടന് പറയാൻ പറ്റുന്നില്ല. ഓ, അപ്പോൾ റിലേ പോയ കേസാണില്ലേ എന്നയാളിങ്ങനെ ചിരിച്ച് പറയുന്നുണ്ട്. ചേട്ടൻ ദേവി ചെയ്ത് ഈ റോഡിൻ്റെ സൈഡിലോട്ടൊന്ന് മാറി നിൽക്കും ചേട്ടാ. ഇങ്ങനെ ഓരോരോ മാരണങ്ങൾ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇറങ്ങിക്കോളും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. ഒരു ഓട്ടോറിക്ഷയിൽ രോഹിത് അങ്ങോട്ട് വരുന്നുണ്ട്. രോഹിത് രാഘവേട്ടനെ കണ്ടതും പെട്ടെന്ന് വണ്ടി ഒന്ന് നിർത്തിക്കേ എന്നും പറഞ്ഞ് രോഹിത് ഇറങ്ങുവാണ്. അയ്യോ അച്ഛനാണല്ലോ അവിടെ നിൽക്കുന്നത് എന്നും പറഞ്ഞ് രോഹിത് രാഘവേട്ടൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അച്ഛൻ എന്താ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത് എന്നും പറഞ്ഞ് രോഹിത് രാഘവേട്ടനെ കെട്ടിപ്പിടിക്കുവാണ്.
അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ഇത് ഏതാ സ്ഥലം? അച്ഛൻ ഇങ്ങോട്ട് വന്നേ, അതൊക്കെ ഞാൻ പറയാം, അച്ഛൻ വാ എന്ന് പറയുമ്പോൾ ആ ബൈക്കിൽ വന്ന ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, ഓ നല്ല വട്ടാണില്ലേ, അച്ഛനെ വല്ല ഹോസ്പിറ്റലും കൊണ്ടുപോയി കാണിക്കിടൂ. അത് കേൾക്കുമ്പോൾ രോഹിത്തിനങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് രോഹിത്ത് രാഘവേട്ടനെയും കൊണ്ട് ഓട്ടോറിക്ഷയുടെ അടുത്തിട്ട് വരുക. എടാ എനിക്ക് എങ്ങോട്ടാ പോകണ്ടേന്ന് അറിയില്ല, അതൊക്കെ ഞാൻ പറയാം, അച്ഛൻ വാ എന്നും പറഞ്ഞ് രോഹിത്ത് ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന് കയറ്റുവാണ് രാഘവേട്ടനെ. എന്നിട്ട് രോഹിത്ത് ഓട്ടോക്കാരനോട് പറയുന്നുണ്ട്, വണ്ടി എടുത്തോ, പോകേണ്ട വഴി ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞ് അവരിങ്ങനെ പോവുകയാണ്. സുബേർക്ക ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുവാണ്. പാവം കണ്ണിക്കൂടെ കണ്ണുനീരൊഴുകുന്നുണ്ട്. അത് കണ്ടിട്ട് നൂർജഹാൻ പറയുക, എന്തിനാ ബാപ്പിച്ചി ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഡോക്ടർ പറഞ്ഞില്ലേ അസുഖം പെട്ടെന്ന് മാറുമെന്ന്. എൻ്റെ ബാപ്പിച്ചി ഇങ്ങനെ കരഞ്ഞാൽ എനിക്കും സങ്കടമാവും. ഉമ്മച്ചി പോയപ്പോൾ എന്നെ ആരെ ഏൽപ്പിച്ചിട്ടാ പോയത്? ബാപ്പിച്ചി അല്ലയോ? ഈ നൂറിന് വേറെ ആരുമില്ലെന്ന് പടച്ചോനറിയാം. അപ്പോൾ പിന്നെ എൻ്റെ ബാപ്പിച്ചയെ ഇങ്ങനെ കിടത്തുവോ? അപ്പോഴങ്ങോട്ട് അനൂപ് വരുന്നുണ്ട്. അനൂപ് നൂർജഹാനോട് പറയുന്നു, ബാപ്പിച്ചയെ നമുക്ക് ബാംഗ്ലൂർക്ക് കൊണ്ടുപോയാലോ? അവിടെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് നടത്തിയാലേ ഈ അവസ്ഥ മാറ്റിയെടുക്കാമെന്നാണ് എൻ്റെ വിശ്വാസം. അനൂപിനറിയാവോ, ജീവിതത്തിൽ ഇതുവരെയും ഒരല്പം വിശ്രമം വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ബാപ്പിച്ചയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. എൻ്റെ ബാപ്പിച്ചയെ ഈ രീതിയിലാക്കിയവൻ അനുഭവിക്കും. അനൂപ് ചോദിക്കുന്ന, താൻ എന്തൊക്കെയാണോ പറയുന്നത്? എല്ലാം ശരിയാകും. ഇപ്പം തന്നെ നോക്ക്, തൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ ഞാൻ കൂടെ വന്നില്ലയോ? ഞാനുണ്ട് നൂറെ, എന്നും എപ്പോഴും നിൻ്റെ കൂടെ. നമുക്കിവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ബാപ്പിച്ചയെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാം. അപ്പോൾ സുബേറിൻ്റെ പെങ്ങളങ്ങോട്ട് കരഞ്ഞുകൊണ്ട് കയറി വരുവാണ്. ഇക്കാക്ക, ഞാൻ എന്തൊക്കെയായി കാണുന്നത്? അയ്യോ, എങ്ങനെയാ എൻ്റെ ഇക്കാക്കായ്ക്ക് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായത്? പാവോ എൻ്റെ ഇക്കാക്ക, ഒരാളെയും ഒരു വാക്കുകൊണ്ട് പോലും ഉപദ്രവിക്കാത്ത ആളല്ലയോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനൂപ് അത് കേട്ട് നിൽക്കാൻ വയ്യാതെ അനൂപ് അങ്ങ് പോവുകയാണ്. ആ സമയത്ത് നസീറും അങ്ങോട്ട് വരുന്നുണ്ട്. നസീറും അനൂപും തങ്ങളിൽ കൂട്ടിമുട്ടുന്നു. നസീർ ചോദിക്കുന്നു, നീ എന്താടാ ഇവിടെ? അനൂപ് ദേഷിച്ചൊരു നോട്ടം നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അങ്ങ് പോവുകയാണ്. എന്നോട് പറയിക്കാക്ക, എങ്ങനെ ഇതുണ്ടായത് എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ നസീർ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. നസീറിനെ കണ്ടത് നൂർജഹാനെ ദേഷ്യം വരുവാണ്. അവൾ ആ രംഗം ഓർക്കുവാണ്. സുബേർക്കായെ അവൻ പിടിച്ച് തെള്ളി കഥകിലോട്ട് എറിഞ്ഞത്. നൂർജഹാൻ അവനെ നോക്കിയിട്ട് പറയുക, ബാപ്പിച്ചി അതിനാരും ഉപദ്രവിച്ചതൊന്നും അല്ലല്ലോ, ബാപ്പിച്ചി കുളിമുറിയിൽ വീണതല്ലയോ? കുളിമുറിയിൽ കാല് തെറ്റി വീണു, അങ്ങനെയാണ് മുറിവുണ്ടായത്, അങ്ങനെയല്ലേ നസീർക്ക? സുബേറിൻ്റെ പെങ്ങള് പറയുക, ഇവൻ പറഞ്ഞതേ രാത്രിയിൽ ആരോ എൻ്റെ ഇക്കാക്കയെ ഉപദ്രവിച്ചതെന്നാണല്ലോ, അതാരാന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതാരാണെന്ന് എനിക്കെങ്ങനെ അറിയാനാ? നസീർക്കയോട് തന്നെ ചോദിക്കാൻ പാടില്ലായിരുന്നോ? എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളല്ലേ, അപ്പോൾ ആ വന്ന ആളിനെ അറിയാൻ പറ്റുമായിരിക്കുമല്ലോ. നസീർ പറയാ, അതെ, കൂടുതൽ ഡയലോഗൊന്നും നീ അടിക്കണ്ട, വേണ്ട കിടക്കുന്ന കണ്ടല്ലോ നിന്റെ ബാപ്പ, ഇനി നിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് നടന്നാൽ നിനക്ക് കൊള്ളാം. പിന്നെ ഇരുട്ടിൽ പതിയിരിക്കുന്നത് ആരാണെന്നേ ഏകദേശം ഒരു രൂപം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെനിക്കൊന്ന് ഉറപ്പ് വരുത്തണമെങ്കിലേ 1-2 കാര്യങ്ങൾ കൂടി ഒന്ന് അറിയാനുണ്ട്. അതിന് ഞാൻ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും എന്നും പറഞ്ഞ് മൂപ്പിച്ചോണ്ട് നസീർ പോവുകയാണ്. നസീറിൻ്റെ ഉമ്മ പറയുക, നീ ഇത്രയൊക്കെ ആയിട്ട് ഒന്നും പഠിച്ചില്ലേ? അവനോടൊന്ന് കുറച്ച് മയത്തിലൊക്കെ സംസാരിക്കുക. അവൻ വേണം ഇനി നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. മാമി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എല്ലാത്തിനും കാരണമേ മാമിയുടെ മോൻ്റെ നോട്ടം തന്നെ. ഞാൻ എങ്ങനെയാ ഇക്കാക്ക ഇവളെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? നസീറിനാണെങ്കിൽ മൂക്കിൻ്റെ തുമ്പത്താ കോപം. നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നമ്മളെ നോക്കുന്നവരോടൊപ്പം അല്ലയോ നമ്മൾ നിൽക്കേണ്ടത്? ഞാൻ എൻ്റെ ആങ്ങളയുടെ മകളെ പോലെയല്ല ഇവളെ കണ്ടിട്ടുള്ളത്, ഞാൻ എൻ്റെ സ്വന്തം മകളെ പോലെയാണ് കണ്ടത്. അവരുടെ ആ കള്ളക്കരച്ചിലൊക്കെ കണ്ടിട്ട് സുബേർക്ക കരയുവാണ്. ഇക്കാക്കയെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, ഞങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തതാ. അനൂപ് അവിടെ മാറി നിൽക്കുന്ന കണ്ടോണ്ട് നസീർ എന്നിട്ട് ചോദിക്കുക, നീ ഇതുവരെ പോയില്ലയോ? അതെ, ഞാൻ പോവോ നിൽക്കുകയോ എന്തെങ്കിലും ചെയ്യും, അതൊക്കെ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ നീ കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കുവാണ് അല്ലേടാ? എൻ്റെ പൊന്നു സുഹൃത്തെ, തൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ തമ്മിലേ ഇങ്ങനൊരു സംസാരത്തിൻ്റെ ആവശ്യം പോലും ഇല്ല. എന്നെ അങ്ങ് വെറുതെ വിട്ടേര് എന്നും പറഞ്ഞ് അനൂപ് പോകാനൊരുങ്ങുമ്പോൾ നസീർ പെട്ടെന്ന് അനൂപിൻ്റെ കൈക്ക് കയറി പിടിച്ചിട്ട് പറയുന്നു, നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞങ്ങളുടെ കുടുംബം തകരാൻ കാരണം. നീ കാരണമാണ് എൻ്റെ മാമ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. നൂർജഹാനെ എന്നിൽ നിന്ന് അകലാൻ കാരണം നീ ഒറ്റ ഒരുത്തൻ കാരണമാണ്. നസീറിൻ്റെ ആ കൈ അങ്ങോട്ട് വലിച്ചു മാറ്റിയിട്ട് അനൂപ് പറയുക, നൂറേ നല്ല കുട്ടിയാ, അവൾ നിൻ്റെ അടുത്തുനിന്ന് അകന്നുവെന്ന് നീ പറയുന്നു. പക്ഷേങ്കിലേ അവൾ എപ്പോഴെങ്കിലും നിന്നോട് അടുത്തിട്ടുണ്ടോ എന്ന് നീ തിരക്കിയിട്ടുണ്ടോ? എൻ്റെ പെണ്ണിൻ്റെ മനസ്സ് നിൻ്റെ കയ്യിലാണോടോ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ നസീർ അനൂപിൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിക്കുന്നുണ്ട്. അനൂപ് അതുപോലെ തട്ടി എറിഞ്ഞിട്ട് പറയുന്നു, അതേടാ, ഇതേ ഹോസ്പിറ്റലാ, നിന്നെപ്പോലെ വിവരക്കേട് കാണിക്കാനേ ഞാനത്ര വിഡ്ഢിയല്ല. അതുകൊണ്ട് മാത്രം ഇവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാ പറഞ്ഞത്.
അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലടാ, നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയടാ എന്നിങ്ങനെ നസീർ ചോദിക്കുമ്പോൾ നമ്മുടെ അനൂപ് ഒരു നോട്ടം നോക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ചന്ദ്രബോസിനുള്ളത് നമ്മുടെ വിഷ്ണുവും കൊടുക്കും, നസീറിനുള്ളത് നമ്മുടെ അനൂപും കൊടുക്കും, ഉപേന്ദ്രനും സുസ്മിതയ്ക്കും ഉള്ളത് രോഹിത്തും കൊടുക്കും. ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.